കൊച്ചോസേപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് തോന്നുന്നൊരു 40 കൊല്ലം മിനിമം ആയിട്ടുണ്ടാവും, അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ ആദ്യമേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ WLF വേൾഡ് ലീഡർഷിപ്പ് ഫൗണ്ടേഷനിൽ കൂടെ എനിക്ക് തോന്നുന്നു കൊച്ചോസേപ്പ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഷീലേനെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനും ഷീലേനും കൂടിയാണ് ആ ബാച്ചിലാണ്. നിങ്ങളൊക്കെ ജോർജും ഒക്കെ ആയിട്ടുള്ള ബാച്ചിലായിരുന്നു. പിന്നെ അന്നേരം മുതലുള്ള അതിന് മുമ്പേ അറിയാമായിരുന്നു. അശോക റോട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഓഫീസ് അവിടെയായിരുന്നല്ലോ. അശോക റോട്ടിൽ ഇങ്ങനെ ഒരെണ്ണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ വേറെ കോമ്പറ്റീറ്റർ അവരിടയ്ക്കിടയ്ക്ക് കൂടുതൽ അപ്ഡേറ്റ് കൊച്ചോസേപ്പിനെ പറ്റി എന്നോട് പറയുമായിരുന്നു. അവരും തൃശ്ശൂർക്കാരായിരുന്നു എനിക്ക് തോന്നുന്നു, 4 പേർ. അപ്പോൾ അവരങ്ങനെ പല കഥകളും പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ WLFൽ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ്, എനിക്ക് വലിയ ഓർമ്മ ഇച്ചിരി കുറവുള്ള ആളാണ്. ഞങ്ങൾ എസ്കോട്ടിലെ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്തു 95-ൽ. അപ്പോൾ എസ്കോട്ടിൽ നമ്മളോട് പറഞ്ഞു ഇവിടെ ഉള്ള പ്രമാണിമാരെല്ലാം വിളിച്ച് നിങ്ങൾ തന്നെ നേരിട്ട് 3 ബ്രദേഴ്സും വിളിച്ച് സംസാരിക്കണം, എന്നിട്ട് ഇങ്ങനൊരു സാധനം വന്നാൽ എടുക്കുമോ, ഇതിങ്ങനെ കോഡ്ലെസ് ഫോണല്ല, ഇത് കൊണ്ട് നടന്ന് സംസാരിക്കാൻ സാധനം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കട്ട് വെച്ചില്ല. പറഞ്ഞെന്തിന് ഇത് ഞാൻ മേടിക്കണോ ബാബു, ഇതൊക്കെ മേടിച്ച് വെച്ചാൽ നമ്മുടെ ഉള്ള പ്രൈവസി പോവും, അതുകൊണ്ട് ആദ്യം എടുത്തില്ല. എടുത്തില്ല, 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എല്ലാവരും മേടിച്ചത്. ഇത് എൻ്റെ ഉള്ള ഞാനിപ്പോൾ മനസ്സമാനായിട്ടൊക്കെ ചെയ്യാൻ ഓഫീസ് വിട്ടാൽ വീട് വിട്ടാൽ ഓഫീസിലാണ്. എനിക്കങ്ങനെ പോണ വഴിയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാബു, അത് കാരണം ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞ് എടുത്തിട്ട് ആവശ്യത്തിന് ഞാൻ വിളിക്കും, അപ്പോൾ തന്നെ അവിടെ ഓഫ് ചെയ്ത് വയ്ക്കും. ഞാൻ വിളിക്കാൻ മാത്രം ഉപയോഗിക്കാറില്ല, ഇങ്ങോട്ട് കോൾ വന്നിട്ട് ശരിയായിരുന്നില്ലേ? ഇപ്പോഴും എൻ്റെ പ്രിൻസിപ്പിൾ അങ്ങനെ, അതായത് ആളുകൾ വിളിക്കുന്നത് അവരുടെ സൗകര്യം നോക്കിയിട്ടാണ്. ഞാൻ ആ സമയത്ത് എടുക്കണമെന്നില്ലല്ലോ. നമ്മൾ എൻ്റെ ഫോൺ മിക്കപ്പോഴും വൈബ്രേറ്ററിലെ സൈലൻറ്റിലായിരിക്കും. അതല്ലേ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കോളിന് എടുത്തൊന്നും വരില്ല, കാരണം അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നോക്കുമ്പോൾ വേണ്ടപ്പെട്ടവരാണെങ്കിൽ വിളിക്കും, അല്ലാത്തവരെ തിരിച്ചു വിളിക്കില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെ ഇത്രയും 10-25 കൊല്ലം 25 കൊല്ലത്തിൽ കൂടുതലായി ഫോൺ വന്നിട്ട് മൊബൈലായി. അന്ന് ഇത്ര പോകുന്നൊരു സാധനമായിരുന്നു, ഇങ്ങനെ കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ. അന്ന് ഞങ്ങളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത ചില പ്രോബ്ലംസ് പല ആൾക്കാരെയും വിളിച്ചു ചോദിക്കും. ഇവർക്ക് ഈ BSNLിലേക്കുള്ള കണക്ടിവിറ്റി കിട്ടാൻ കുറച്ച് സമയം എടുത്തു, ഗവൺമെൻറ് ക്ലിയറൻസ്. അപ്പോൾ ആൾക്കാർ തുടങ്ങിയടാ ഇത് ഈ മാധ്യമന്മാരും ഇതിൽ തട്ടിപ്പ് ഇടപാടാണോ? അപ്പോൾ ഞങ്ങൾ എല്ലാവരും 1000 വെച്ച് മേടിച്ചിട്ട് ഈ കണക്ഷൻ അതൊരു 5-6 മാസം താമസിച്ചു. ഇപ്പോൾ കുറേ ആൾക്കാരെ ഇത് ചീത്തയാക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നും ഈ മൊബൈൽ ഫോണിൻ്റെ ഇത് പിന്നെ അവരങ്ങ് ഫ്രാഞ്ചൈസി കൊടുത്ത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി നമ്മളായിരുന്നു മൊബൈലിൻ്റെ സ്കോട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എല്ലാ മൂല്യമൊക്കെ ആയി. ഇതില്ലാതെ മൊബൈലില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസേഴ്സ്, 90% ആൾക്കാർക്ക് മൊബൈൽ കൂടുതലുണ്ടാവണം. മിക്കവർക്കും 2 കണക്ഷനൊക്കെയാണ്. അതാണ് ഒരു സംഗതി. പിന്നെ പിന്നീട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു റോട്ടറി, ഓഫ് കോഴ്സ്. റോട്ടറിയിൽ നമ്മൾ കാണാറുണ്ട്, സെൻട്രൽ ക്ലബിലാണ്. പിന്നെ രാജ്മോഹനും ഒക്കെ ഞങ്ങളുടെ കൂടെ നടക്കുന്നതാണ് ദിവസവും ഞാൻ രാജ്മോഹനും കൂടെ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഒരിടയ്ക്ക് അവിടെ ലാഫിംഗ് ക്ലബിൽ ജോസഫും വന്നിരുന്നു. അന്ന് ബ്രദർ ബേബിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് നിർത്തി കളഞ്ഞു അല്ലേ? പിന്നെ കൊറോണ വന്നില്ലേ, അന്നേരം നിർത്തി. ശേഷം നിന്ന് പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ ലാഫിംഗ് ക്ലബ് അതോടെ തീർന്നു. പിന്നെ ലാഫിംഗ് അവിടെ അവസാനിച്ചു. അപ്പോൾ അതായിരുന്നു പിന്നത്തെ നെക്സ്റ്റ് ഇത്. പിന്നെ KMAയിലും മെമ്പറല്ലേ? KMAയിൽ മെമ്പറാണ്. ഞാൻ വൈസ് പ്രസിഡന്റ് വരെയൊക്കെ ആയി. പിന്നെ പിന്നെ പ്രസിഡന്റ്ഷിപ്പ് എടുത്തില്ല, കാരണം അതൊരു എവരി വീക്ക് മീറ്റിങ്ങുകളും ഇഷ്ടമാതിരി സ്പീക്കേഴ്സിനെ കൊണ്ടുവന്ന് വലിയ പരിപാടികൾ നടത്തുന്നതാണ്. പക്ഷെ റോട്ടറിയിൽ ആക്റ്റീവായിട്ട് ഞാൻ പ്രസിഡന്റ് ലെവൽ വരെയൊക്കെ പോയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ല. പക്ഷെ എടുക്കാവുന്ന എല്ലാ ഇതും എടുത്തല്ലോ. PHF, MPHF, മേജർ ഡോണർ, ഉത്തരവാദിത്വം എടുത്തില്ല. പക്ഷെ കൊടുക്കാനുള്ള നന്നായിട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സതീശിനെ കൊണ്ട് അടുത്ത ആഴ്ച VD സതീശൻ വന്നിട്ട് ഞങ്ങൾ
കൊച്ചൗസേപ്പിൻ്റെ ചിറ്റിലപ്പള്ളി ഓർഗനൈസേഷൻ ഞങ്ങളുടെ റോട്ടറി ക്ലബും കൂടി ഒരു വീട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരുന്ന ഞായറാഴ്ച പുള്ളിയാണ് വന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പുള്ളി അവിടെ നിന്ന് പല റിക്വസ്റ്റും ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അവിടെ 21 വീട് ഞങ്ങളുടെ ക്ലബ്ബ് പണിത് കൊടുത്തു. ഏത് പറൂർ ഏരിയ തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം പണിത് കംപ്ലീറ്റ് ചെയ്തു. അന്ന് തന്നെ വേറൊരു സ്ത്രീക്ക് നമ്മൾ കല്ലിട്ട് കൊടുക്കും. രണ്ടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് അത് നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓൾമോസ്റ്റ് എവറി ഡേ ഈ പേരെൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ റീസെൻ്റായിട്ട് ഞാൻ ഒരിക്കൽ മറ്റേ ചിറ്റിലപ്പള്ളി പാർക്ക് ഉണ്ടല്ലോ, സ്ക്വയറിൽ വന്നപ്പോഴാണല്ലോ ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ ഈ പ്രൈമറിയിലേക്ക് ഇറങ്ങി വന്നോളൂ. അപ്പോൾ പൂർവ്വങ്കരയുടെയാണ് ഞാനന്ന് വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നാൽ പിന്നെ എന്തുകൊണ്ട് വീഗാലാൻഡിൻ്റെ വിറ്റുവിടും. അപ്പോൾ ഇവിടെയുള്ള ബിൽഡേഴ്സ് മിക്കവരും ചാനൽ പാർട്ട്നേഴ്സിനെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. എല്ലാവരും അവരവർ തന്നെ സെയിൽസ് ടീമിനെ വെച്ച് നേരെ വെച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് ചെന്നാൽ എല്ലാവരും ചാനൽ പാർട്ട്നേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും അവരവർ തന്നെ സെയിൽസ് ടീം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ കേരള ബേസ്ഡ് ഈ ചാനൽ പാർട്ട്ണറായിട്ട് നമ്മളാണ് തുടങ്ങി വെച്ചത്. ബാക്കിയെല്ലാം പുറത്തുള്ള പ്രോപ്പർട്ടി നേഷൻ അങ്ങനെയുള്ളവരാണ്. അതെ, ഇതെന്ന് വെച്ചാൽ കുറച്ച് കാശ് മുടക്കേണ്ട ഇടപാടാണ്. ആദ്യം അഡ്വർടൈസ് ചെയ്തിട്ട് വേണമല്ലോ കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ കുര്യനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന് കണ്ട്. അപ്പോൾ നമ്മൾ ആ കൊല്ലം 2 കൊല്ലമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കൊച്ചോസിപ്പിനെ അറിയാം, എനിക്കറിയില്ല. അല്ലെങ്കിൽ കുര്യനോട് ചോദിച്ചാലേ അറിയാം. കുര്യനൊരിക്കൽ പറഞ്ഞു നിങ്ങളാണ് നന്നായിട്ട് ചെയ്യുന്നതിൽ ഒരാളെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാൻ KRA എന്ന് പറഞ്ഞിട്ട് കേരള റിയാലിറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരുടെ ഒരു ബോഡി ഉണ്ട് ഇവിടെ. അത് ശരിക്കും ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് നാഷണൽ അസോസിയേഷൻ ഓഫ് റിയാലിറ്റേഴ്സ്, ഒരു 50,000 മെമ്പേഴ്സുള്ളൊരു ബോഡിയാണ്. 47 അസോസിയേഷൻ ഉണ്ട് ഇന്ത്യയിൽ മുഴുവൻ. അതിൻ്റെ ഒരു ബ്രാഞ്ച് മാതിരിയാണ് കേരളത്തിലെ ഈ ഇത്. പ്രൊഫഷണലായിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് റിറ ലൈസൻസ് ഒക്കെ അതൊരു 70-75 മെമ്പേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ കൊച്ചിയിലാണ് മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഡ്വൈസറാണ് ഞാൻ മെമ്പറും ബോർഡ് മെമ്പറും അഡ്വൈസറുമാണ്. അപ്പോൾ എനിക്ക് അവിടെ പറയാൻ പറ്റിയ അഡ്വൈസസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൊച്ചൗസേപ്പിനോട് ചോദിക്കാൻ വേണ്ടിയായി ഇപ്പം ഞാൻ വന്ന് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനും പറയും. ഞങ്ങളും ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയിട്ട് വെറും 12-13 കൊല്ലമായിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ അല്ലേ? അതെ അതെ. നമ്മൾ അത് തുടങ്ങാൻ തന്നെ ഒരു കാരണം മക്കളൊക്കെ വലുതായി അവർ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ലാന്നായി. അവിടെ നിന്ന് ഇങ്ങനെ ചാടിയതാ, അങ്ങനെ വീണ്ടും അൺഎംപ്ലോയിഡായി. അപ്പോഴാണ് ഇത് തുടങ്ങിയത് റിയൽ എസ്റ്റേറ്റിലേക്ക്. അപ്പോൾ ആദ്യം 1-2 പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടംമാതിരി പ്രോജക്ട്സ് ഉണ്ടല്ലോ. പിന്നെ 2, 4 ആയി, 4, 8 ആയി. ഇപ്പോൾ 8-10 പ്രോജക്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. എറണാകുളത്ത്, തൃശ്ശൂർ, കാലിക്കറ്റിൽ, ട്രിവാൻഡ്രം, ഈ 4 ഡിസ്ട്രിക്റ്റ്. ഇത് നമുക്കറിയാം, നമ്മുടെ പിള്ളേർ വർക്ക് ചെയ്യുന്നതാണ് ഈ 4 ഡിസ്ട്രിക്റ്റിൽ. അത് കൂടാതെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ റിയൽ എസ്റ്റേറ്റിന് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും ചേഞ്ച് ചെയ്ത സിറ്റുവേഷനിൽ എന്താ ജോസഫിന് എന്താ തോന്നുന്നത്? മാർക്കറ്റ് എങ്ങനെയാണ്? ഞങ്ങൾക്ക് അല്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ആക്ടിവിറ്റിയിൽ എന്തുകൊണ്ട് പലരും എന്നോട് ചോദിച്ചു, ഈ ഭയങ്കര ടഫ് കോമ്പറ്റീഷനുള്ള ഫീൽഡല്ലേ, ഒരുപാട് വലിയ ആൾക്കാരുണ്ടല്ലോ, ലോക്കൽ പ്ലെയേഴ്സും ധാരാളം പേരുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം ഈ വണ്ടർല പാർക്കൊക്കെ പണിതപ്പോൾ എനിക്ക് കുറച്ചൊരു അതുമായിട്ടൊരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കുറേ പഠിച്ചു. മെറ്റീരിയൽസിനെ പറ്റിയും ആർക്കിടെക്ട്സും പിന്നെ ഡിസൈനും. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ അല്ല, എന്നാലും എനിക്കതിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫിസിക്സ് അല്ലായിരുന്നോ പഠിച്ചത്? ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രോണിക്സിലേക്ക് കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തതൊക്കെ അതിലാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ലൈൻ തുടങ്ങിയത്, ഈ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഒരു റെസ്പോൺസിബിൾ ഒരു വളരെ ബിൽഡർ എന്നുള്ള നിലയ്ക്ക് ഇനിയും ചാൻസ് ഉണ്ട്. പിന്നെ ഉണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇയർലി ഗ്രോത്ത് വളരെ ബെറ്ററാണ്. അതല്ലേ, മറ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അതിലും ബെറ്ററാണ് നിങ്ങളുടെ കേരള കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബെറ്ററാണ്.
അല്ലെ ഗ്രീൻ ഹൗസിങ് എന്നുള്ള ആ ഗ്രീൻ എൻവറോൺമെന്റിലുള്ള അത് ആ കാറ്റഗറിയിലേക്ക് അത് തുടക്കത്തിലെ നമ്മൾ തന്നെ ഒരു മരങ്ങളൊക്കെ പിടിപ്പിച്ച് അതെ അതെ. കാരണം അത് തുടങ്ങിയത് വി ഗാർഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ആ വെണ്ണല ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ഇപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പൊ അതിനേക്കാളും ഭംഗിയായിട്ട് നിൽക്കുന്നത്. അതെ അതെ അതെ. അത് കഴിഞ്ഞ് വി ഗാർഡ് ഒരു ബിൽഡിംഗ് കൂടിയും പണിതു. അതിനും ഇതേപോലെ അത് ഞാൻ ഇൻവോൾവഡ് അല്ല. അത് കാക്കനാടല്ലേ? അതെ അതെ അപ്പൊ ആ പള്ളിയുടെ അതെ അതെ. അതിലും ഗ്രീനറി ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ ഒന്നും എടുക്കാൻ ഞങ്ങൾ രാജ്യത്തൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയി. ഗ്രീൻ സർട്ടിഫിക്കേഷൻ കിട്ടാൻ ഇച്ചിരി പാടാന്ന് തോന്നുന്നു. അല്ല, നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല. നമ്മൾ ആ ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ബിൽഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത് ഈ ഇൻസ്പൈറ്റ് ഓഫ് all this competition. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഞാൻ കേട്ടു പബ്ലിക് ഇഷ്യൂ പോവാണെന്ന് കേട്ടു. അതെ, ഒരു പബ്ലിക് ഇഷ്യൂ പോകാനുള്ള പ്ലാനുണ്ട്. സൈസിലുള്ള ഇതാ ഇഷ്യൂ? അല്ല, അധികമില്ല. ഒരു ഇൻ ബിറ്റ്വീൻ 200 to 250 crores-ന്റെ ഇടയ്ക്കുള്ള ചെറിയ. അതും കേരളത്തിൽ തന്നെ ലിമിറ്റ് ചെയ്യാനാണോ അതോ പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ? ഈ പബ്ലിക് ലിമിറ്റഡ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ ലെവലിലാവില്ല. നമ്മുടെ പ്ലാനും അത് സ്വല്പം ഒന്ന് പുറത്തേക്ക് കിടക്കണമെന്നുണ്ടായിരുന്നു. ഏത് മാർക്കറ്റൊക്കെയാണ് നോക്കുന്നത്? തമിഴ്നാട്ടിലേക്കും കൺസ്ട്രക്ഷൻ വ്യാപിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? കോയമ്പത്തൂരും ഒക്കെ അല്ലേ? കർണാടകയോ? എന്തുകൊണ്ടായിക്കൂടാ? അതെ അതെ. അല്ല, അപ്പൊ നോക്കാൻ കുര്യനെ തന്നെ ഏൽപ്പിച്ചേക്കണേ കംപ്ലീറ്റ് ആയിട്ട്. കുര്യനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ആളിപ്പോൾ ഒരു ഡയറക്ടറും കൂടിയാണ്. ഓക്കെ, പുള്ളിനെ ഡയറക്ടറാക്കി. ആൾക്ക് കുറച്ചൊരു റിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബോംബെയിലും കണ്ടായിരുന്നു എനിക്ക്. ഓൾ ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്, അബ്രോഡും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡിഫറെൻറ്റ് മേഖലയായിരുന്നു ആള്. മറ്റേ ടയർ ഇൻഡസ്ട്രിയിലായിരുന്നു. ഓ, അത് ശരി. ബേസിക്കലി സെയിൽസിലായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യം. എന്നിട്ട് പോയിട്ട് പിന്നെ വന്നാ? അന്ന് ജൂനിയർ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങളോട് ചോദിച്ചപ്പോഴാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒരു, ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് WLF-നൊക്കെ പഠിക്കുമ്പോൾ ജോസഫ് ഇങ്ങനെ ഓരോ ബാച്ച് അവിടുത്തെ മാനേജേഴ്സിനെ വിടുമായിരുന്നു. ഒരു സെബാസ്റ്റ്യൻ, ആന്റണി, അവരൊക്കെ ഉണ്ടോ ഇപ്പോഴും? അവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് ഇതിനിപ്പോഴും കണ്ടിന്യൂ ചെയ്യിക്കുന്നുണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത് അപ്പൊ ഞാൻ ഇതിനോട് ചോദിക്കുന്നത് എന്താ അവരൊക്കെ കണ്ടിന്യൂ ചെയ്യിക്കണത്? അല്ല ഡാഡി, അത് ആ കീ പൊസിഷനിലുള്ളവര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിൻസിയർ ആയിരിക്കും അല്ലേ? അതെ അതെ. അന്നും എനിക്ക് അറിയാം, നമ്മുടെ ബാച്ചിലൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. ശീല വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പിള്ളേരെ ഓരോരുത്തരെ വിടുമായിരുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഇത്തരം കോഴ്സുകൾ റെഗുലറായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ വേറെ. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാണല്ലോ ഷമീം. എൻട്രി ചെയ്ത് ഞാനാണല്ലോ അവൻ ആദ്യം എംപ്ലോയി. നിങ്ങളുടെ കൂടെ 11 കൊല്ലം ഞങ്ങളുടെ കൂടെയായിരുന്നു. 11 കൊല്ലം നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഈ ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പാഷൻ അതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ. പുള്ളി ഡെയിലി മെസ്സേജ് ഒക്കെ അയക്കും. ഗ്രോൺ വെരി ബിഗ് നൗ. നല്ല ട്രെയിനറാ. അപ്പൊ അങ്ങനെ ബേസിക് തുടക്കം 11 കൊല്ലം വർക്ക് ചെയ്തു അവനോട്. ഞങ്ങളെല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അന്ന്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 1999 പോയിട്ട് സിംഗപ്പൂരിൽ പോയ ഒരു ഓഫീസ് തുടങ്ങി. അതിൻ്റെ മെയിൻ കാരണക്കാരൻ ഇവനാ. ഒരു ദിവസം ഞാൻ ഇവനോട് മദ്രാസിൽ എന്തോ ആവശ്യത്തിന് ട്രാവൽ ചെയ്തപ്പോൾ സാറേ നമുക്ക് വൈ നോട്ട് വി ഗോ ആൻഡ് സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ എനിക്ക് മദ്രാസിലും ബോംബെയിലും ഒക്കെ ചെറിയ ഓഫീസുകൾ തുടങ്ങി. ഒന്നും അങ്ങനെ പച്ച പിടിച്ചില്ല. അപ്പോൾ വൈ നോട്ട് വി സ്റ്റാർട്ട് സംതിങ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് ഇവനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ മാറ്റസൺസ് ആയിട്ടൊരു അസോസിയേഷൻ കൊച്ചൗസിപ്പിനുള്ളത് 2000 ഞങ്ങൾ താഴത്തൊരു ഫോറിൻ ട്രേഡ് എക്സ്പോർട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇനോഗ്രേറ്റ് ചെയ്യാൻ ഞാൻ കൊച്ചൗസിപ്പിനെ വിളിച്ചു. ഓർക്കണ്ടോ? വളരെ ചെറുപ്പമാണ് അത്. 2000 25 കൊല്ലം മുമ്പ്, 25-26 കൊല്ലം മുമ്പ്. ഞാൻ നാളെ മാഗസിൻ, ഞങ്ങളുടെ ഒരു മാറ്റസൺസ് ഹെറോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചൗസിപ്പ വന്ന് കട്ട് ചെയ്ത് കയറിയത്.
അപ്പോൾ അന്നും ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മാതിരി ഒരു കോർ വാല്യൂസ് ക്രിയേറ്റിംഗ് ബെറ്റർ ലൈഫ്, ഓണസ്റ്റി, ഇൻറ്റിഗ്രിറ്റി ആൻഡ് ക്വാളിറ്റി, അങ്ങനെയുള്ള കോർ വാല്യൂസും സ്ലോഗൻസ് കോർ വാല്യൂസൊക്കെ സെറ്റ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഈ പബ്ലിക് ഇഷ്യൂ പോയപ്പോൾ വീഗാർഡും വണ്ടർലയും പബ്ലിക് ഇഷ്യൂ പോയതാണ്. അപ്പോൾ ഒരു മാറ്റം സംഭവിച്ചത് ഓഫ് കോഴ്സ് ബിസിനസ് വല്ലാതെ കൂടി. ആ കൂടാനുള്ളൊരു കാരണം ഞങ്ങളതിന് മുമ്പായിട്ട് ഞങ്ങളുടെ കോർ ടീമിന് ഒക്കെ ഒരു സർട്ടൻ പെർസെൻറ്റ് ഓഫ് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു, അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ അസറ്റ് അറിയാതെ കൂടിപ്പോയി, അവർ വിചാരിക്കാത്ത പോലെ. വാല്യുവേഷൻ കൂടി, നമ്മുടെയും കൂടി, നല്ല കാര്യം. അപ്പോൾ അവർക്കൊക്കെ കമ്പനിയോട് ഭയങ്കര ഒരു ഉത്തരവാദിത്വവും അറ്റാച്ച്മെൻറ്റും കൂറ്. അപ്പോൾ അവരുടെ ലൈഫ് തന്നെ മാറി മറിഞ്ഞു. അതുവരയ്ക്ക് വിദേശത്ത് പോവാത്തവർ വിദേശത്ത് പോകണു, അല്ലെങ്കിൽ സർപ്ലസ് പൈസ പിന്നെ കുറച്ച് ഷെയർ വിറ്റിട്ട് വലിയ വീട് വയ്ക്കുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു മാറ്റം വീഗാർഡിലും വണ്ടർലയിലൊക്കെ ഉണ്ടായിട്ടോ. അവർക്കും അതൊന്നും ആവർത്തിക്കാൻ തന്നെയാണ് ഞാനിപ്പോൾ ഈ കാലം ഡെവലപ്പേഴ്സും ഇതിനകത്തും അങ്ങനെ ചെയ്യാൻ പോകും. പബ്ലിക് ഇഷ്യൂ പോണതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞ മാതിരി അത്ര വലിയ എമൗണ്ടിനൊന്നല്ല പോകുന്നത്. അത് ഇന്നാൾ ഞാനൊരു കമ്പനിയെ പരിചയപ്പെട്ടു, കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ പുള്ളി ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്തപ്പോൾ പുള്ളിയും ഇതേ കൺസെപ്റ്റാണ്. പുള്ളി ജോലിക്കാർക്കെല്ലാം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്, പുള്ളി പണിയുന്ന അപ്പാർട്ട്മെൻറ്റ്സ്, അവർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ്സ് അവർക്ക് ഓണർഷിപ്പ് കൊടുക്കുക, അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 കൊല്ലം 10 കൊല്ലം സീനിയോറിറ്റി അനുസരിച്ച് അവനത് ഒരു അപ്പാർട്ട്മെൻറ്റ് അങ്ങ് അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ ഒരു സ്വന്തം വീട് കിട്ടുന്ന കാരണം പിന്നെ കമ്പനി വിട്ട് പോവില്ല. ലോയൽറ്റി അത് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ 1ഉം 2ഉം അപ്പാർട്ട്മെൻറ്റുകൾ പുള്ളി അലോട്ട് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്. പിന്നെ അവൻ പോണ പ്രശ്നമില്ല അവിടെ. IT കമ്പനിയാണ്. IT കമ്പനിയായിട്ട് ഈ കൺസ്ട്രക്ഷൻ ചെയ്യുക പുള്ളി. ഇപ്പോൾ പല എൻ്റെ അടുത്തൊരു ജോയിൻറ്റ് വെഞ്ചർ ടോക്കിന് വേണ്ടിയാണ് വന്നേ. അപ്പോൾ പുള്ളി പറഞ്ഞു എന്താ ഉദ്ദേശം, ജോയിൻറ്റ് വെഞ്ചർ ചെയ്ത് കാശുണ്ടാക്കാനല്ല, പുള്ളിയുടെ ജോലിക്കാരെ റീറ്റെയിൻ ചെയ്യാനായത് ചെയ്യണേന്നാണ് പുള്ളി പറഞ്ഞു. ഇത്രയും ജോലിക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് 10, 50, 100 യൂണിറ്റിൻ്റെ ഇതുണ്ടാക്കി അവർക്ക് തന്നെ അലോട്ട് ചെയ്താൽ മതി, പുറത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ മാറിയ സിനാരിയോയിൽ എന്താ നമ്മുടെ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ റിയൽ എസ്റ്റേറ്റിൽ? കേരളത്തിൽ ആക്ച്വലി ഞാൻ പറയും കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അതായത് ധാരാളം കൺസംഷൻ നടക്കുന്നുണ്ട്. ഈവൻ ദോ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം ഈ സപ്ലൈ അല്ലെങ്കിൽ ചെയിൻ അങ്ങനെ ഇത്ര കാര്യങ്ങളാണ്. കാരണം എല്ലാ മൾട്ടിനാഷണൽസിനും കേരളത്തിൽ ഓഫീസുണ്ട്. കാരണം അത് ഹോർലിക്സ് തൊട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത് വലിയൊരു എക്സ്റ്റെൻഡഡ് സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സിംഗിൾ മെട്രോപോളിസ് കേരള, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം സിംഗിൾ മെട്രോപോളിസ്. ഒരു സ്ഥലത്തും നമ്മൾ ഗുജറാത്തിലൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഭാഗം ഒരു കടയില്ല, അടുത്ത സിറ്റി പോകണമെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും. ഡാബ കാണാം 25 കിലോമീറ്റർ. ഇതങ്ങനെയല്ലല്ലോ, മുഴുവൻ ലൈറ്റ് കിട്ടും. നമുക്ക് ഓരോ ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ 3-4 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയില്ല ഇത് എവിടെയാണ്. ഉൾനാട്ടിൽ പോലും വലിയ വലിയ വീടുകൾ. അതിന്റെ ഡ്രോബാക്കും ഉണ്ട്, പ്രായ ആൾക്കാർ മാത്രമേ ഉള്ളൂ വീടുകളിൽ. അങ്ങനെ വരും. അല്ല, കേരളം മണി പവറുള്ള സ്റ്റേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറയും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റ് സ്റ്റേറ്റിലൊക്കെ അപേക്ഷിച്ച് എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്. ഈവൻ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ജോലിക്കാരിയുടെ മക്കൾ പോലും വിദേശത്താണ്. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമായ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ടോ? പോർട്ട് സിറ്റി ആക്കി കേരളം മൊത്തം പോർട്ട് സിറ്റി ആക്കുക, അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഒന്നല്ല. ഇതുവരെ അല്ല, റിയൽ എസ്റ്റേറ്റിലുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, എന്തായാലും ഒരു മാറ്റം നല്ലതായിരുന്നു. കാരണം എപ്പോഴും ഞാൻ പറയും സ്റ്റേറ്റിലായാലും സെൻട്രലായാലും ആരായാലും ഒരു മാറ്റം എപ്പോഴും നല്ലതാണ്.
പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ. അത് ഗുണം ചെയ്യുമില്ല എന്നുള്ളത് കണ്ടു കാണാം, അറിയില്ല. പക്ഷെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാസത്തിൽ. ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണല്ലോ നമുക്ക് ഈ ഗൾഫ് വാർ വരികയൊക്കെ ചെയ്തത്. അതെ, പക്ഷെ അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. അത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇച്ചിരിയൊക്കെ പുറത്തുള്ള ക്ലയൻറ്റ്സ് എനിക്കുള്ളതുകൊണ്ട് അവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ മലയാളിയാണെങ്കിലും വന്ന എക്സ്പാർട്സിനെ എല്ലാം അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. അവരുണ്ട് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. അപ്പോൾ അവിടെയുള്ള മലയാളികളുടെ മൈൻഡ് സെറ്റ് മാറി എന്ന് വെച്ചാൽ ഇവിടെ മനസ്സമാനം ഇല്ലെങ്കിൽ പണ്ട് ആൾക്കാർ അവിടെ നിന്ന് സമ്പാദിച്ച് ഇവിടെ വീട് വയ്ക്കുമായിരുന്നു. ഈ ഇടയായിട്ട് ഗോൾഡൻ വിസയൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇവിടെ നിന്നുള്ള വീടൊക്കെ വിറ്റിട്ട് അപ്പോൾ അതൊക്കെ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ച് അപ്പനും അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകുക. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നായിരുന്നു കഴിഞ്ഞ 2 കൊല്ലം തുടങ്ങിയായിരുന്നു. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി തിരിച്ചു വരുന്നതിന് പകരം പ്രായമായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നല്ല ഹോസ്പിറ്റലുകളും മലയാളി ഡോക്ടർമാരൊക്കെ വന്നപ്പോൾ എല്ലാ മലയാളി ഒരുമാതിരി ഒരു 3-4 കോടി രൂപ കയ്യിലെടുക്കാനുള്ളവരെല്ലാം അവിടെ വീട് വാങ്ങിക്കാൻ തുടങ്ങി, മേടിച്ചു താമസിച്ചു തുടങ്ങി. എൻ്റെ കുറേ ഫ്രണ്ട്സ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ താമസിച്ചു തുടങ്ങിയ ഇടയ്ക്കാണ് ഈ വാർ വന്നപ്പോൾ ഒന്ന് പേടിച്ചു. ദുബായിലേക്കുള്ള തട്ട് കിട്ടിയപ്പോഴാണ്, മറ്റുള്ള ഇതുമാതിരിയല്ലോ ദുബായ് വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലം, ഒരു ട്രേഡിങ് ഇതാണ്. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ടൂറിസ്റ്റ് മാത്രമേ ഉള്ളൂ, എക്സ്പാർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഷെയ്ഖന്മാരിറങ്ങി സൂപ്പർ മാർക്കറ്റിക്കിടെയും ഹൈപ്പർ മാർക്കറ്റിക്കിടെയും കയറി നടന്ന് പറഞ്ഞു ഈ വാർ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അവരാ സ്ട്രെങ്ത് കൊടുത്ത് അവരെ നല്ലൊരു സഹായിച്ചു. നമ്മുടെ ഒരു റവന്യൂം ഈ ഗൾഫിലെ NRI റവന്യൂ ആണല്ലോ കേരളം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എൻ എക്സ്റ്റെൻഡഡ് ദുബായ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റെൻഡഡ് കേരളമാണ്. അവിടെ 85% മലയാളീസാണ്. ഇപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? കേരളം അല്ല, ദുബായിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറില്ലേ? ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അയൽ സംസ്ഥാനത്തേക്ക് അതുപോലെ ഇവിടുന്ന് 20-25 ഫ്ലൈറ്റ് കൊച്ചിയിൽ തന്നെയുണ്ട്. അല്ല, ഇവിടുന്ന് ഡൽഹിക്ക് പോണ സമയം മതി അവിടെ ചെല്ലാനായിട്ട് 3.5 മണിക്കൂറുണ്ട് മൊത്തം. ഇപ്പോൾ വിശ്വസിപ്പനെ അറിയാമല്ലോ, എനിക്ക് 2 പെൺപിള്ളേരാണ്, ഭവ്യ ഭാഗ്യ. അപ്പോൾ ഒരാൾ കാർട്ടൂണിസ്റ്റാണ്, ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അവൾ ഈവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ നടത്തണം. അപ്പം എനിക്ക് കൂട്ടില്ലാത്ത കാരണം പ്രായമായി ഇപ്പോൾ പതുക്കെ ഭവ്യനെ പിടിച്ച് മൂത്താളെ പിടിച്ച് ഇതിനകത്തേക്ക് ഇറക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക്. എത്രത്തോളം അവൾ കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അതിനുള്ള ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് എനിക്കും ഉണ്ട്. ഹെർ ഹസ്ബൻഡ് ഇസ് എൻ ആർക്കിടെക്റ്റ്. അപ്പോൾ എന്താ ജോസഫിൻ്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് തുടങ്ങിയപ്പോൾ ഒരു നേരം പോക്ക് എന്നുള്ള നിലയ്ക്കായിരുന്നു ഞാൻ എൻ്റെ 62ാമത്തെ വയസ്സിലാണ് ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അധികം പ്രോജക്റ്റുകളൊന്നും വേണ്ട, ഇങ്ങനെ ഒതുങ്ങി പോയാൽ മതി എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അത് കുറേ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നത് നൃത്തം. കേരളത്തിൽ ഒത്തിരി അവസരങ്ങളുണ്ടെന്നേ. കാരണം പ്രത്യേകിച്ച് മക്കളെയൊക്കെ ഞാൻ കൊച്ചുനാൾ തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളതല്ലേ. അതെ, മിടുക്കരല്ലേ. അപ്പോൾ അവർ കഴിവ് തെളിയിക്കും. ഇപ്പോൾ എനിക്കും ആ ഒരു അനുഭവമാണല്ലോ. കാരണം എനിക്ക് 2 ആൺമക്കളായിരുന്നല്ലോ. അപ്പോൾ അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങി കുറേ നാൾ ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ള പോലെ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോൾ അവിടെ പോകാറ് പോലും ഇല്ല. ബാംഗ്ലൂർക്ക് പോകാറില്ല? ഇല്ല, ബാംഗ്ലൂർക്ക് പോകുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ പോവും. എൻ്റെ കൂട്ടത്തിൽ നമ്മളവിടെ ഒരു ഗസ്റ്റാണ്. അല്ലാതെ നമ്മൾ അവിടുത്തെ ബോർഡിൽ സെറ്റപ്പ് ചെയ്തതും അരുൺ തന്നെയാണോ? അല്ല, അതൊന്ന് അരുൺ കോളേജിൽ പഠിക്കുന്നുള്ളൂ. അവിടെ ബാംഗ്ലൂർ സെറ്റ് ചെയ്തപ്പോൾ ഹൈദരാബാദിലെയോ? ഹൈദരാബാദ് എന്നപ്പോഴേക്കും അരുൺ തന്നെ. ഇപ്പോൾ ഈ അടുത്ത് ചെന്നൈയിൽ ഒരെണ്ണം തുടങ്ങി. ചെന്നൈയിൽ തുടങ്ങി. എവിടെയായിട്ടത്? അത് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. അവിടെ OMR റോഡ് കേളമ്പാക്കം എന്നൊക്കെ പറഞ്ഞ് IT കോറിഡോറൊക്കെ ആ ഒരു ഏരിയ. അപ്പോൾ ഈ കേളമ്പാക്കം കഴിഞ്ഞിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടുത്തെ മാതിരി തന്നെ വലിയ പാർക്കാണ്. വലിയ പാർക്കാണ്.
ആൾ വരുന്നുണ്ട് നന്നായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടു, എനിക്ക് ബോംബെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്, പൻവേലിലെങ്ങാണ്ട് സ്ഥലം എടുത്തിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്ത ആദ്യം ഒരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കേട്ടു. പക്ഷെ അത് നമ്മൾ വിചാരിച്ചത്ര ലാൻഡ് കിട്ടിയിരുന്നില്ല. ഒരു നമ്മളൊരു 10-60 ഏക്കർ കിട്ടണമെന്ന് വിചാരിച്ചിട്ടുള്ള ലാൻഡ് അക്വയർ വലിയ പാടാ. എന്നിട്ട് ഒരു പകുതി ലാൻഡ് എത്തിക്കഴിഞ്ഞപ്പോൾ പല പല പ്രശ്നങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ച മാതിരി ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു. പിന്നെ അവിടുത്തെ ഒരു ചുറ്റുപാട് എനിക്കത്ര കണക്ഷൻ വേണം, നമ്മുടെ ഒരു ഫിലോസഫി. അവരൊരു ശല്യമുണ്ട്, നല്ല കാറ് മേടിച്ചാലും സ്ഥലം മേടിച്ചാലും അവരുടെ കോളായിരിക്കും ആദ്യം. അവന്റെ കൊടുത്തില്ല, അവൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ബാക്കൗട്ട് ചെയ്ത്, അത് ഭാഗ്യത്തിന് വേറെ ഒരു മാറുവാടിക്ക് നല്ല വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഹൈദരാബാദ് സ്ഥലം തുടങ്ങിയത്. ശരി, ഉടനെ തന്നെ ഹൈദരാബാദ് പൻവേലൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടോ. സ്പ്രെഡ് പൻവേലാണ് നമ്മൾ ആദ്യം സ്ഥലം വാങ്ങിച്ചത്. ആക്ച്വലി ഇപ്പോൾ ഒരു പുതിയ എയർപോർട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് പണി നടക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അടുത്തായിരുന്നു. അപ്പം നന്നായിട്ട് കയറി കാണുമ്പോൾ ആ സ്ഥലത്തിന് വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അല്ല, ഞാൻ പറയും, ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും ഇന്ത്യക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. ഇന്ത്യ ആസ് എ ഹോൾ, ആസ് എ കൺട്രി. അതെ അതെ. കാരണം നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ മാതിരി എഡ്യൂക്കേറ്റഡ് ഒരു യങ് ഗ്രൂപ്പ് നമ്മുടെ അടുത്തുണ്ടല്ലോ. ഇന്ത്യ അതല്ല, നമ്മൾ ഹ്യൂമൻ ബ്രെയിനല്ല എക്സ്പോർട്ട് ചെയ്യുന്നത്. ഗൾഫ് മാത്രമല്ല, വേൾഡ് ഓവർ. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം പഠിക്കാൻ പോയിട്ട് അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലൊന്നും ആരും തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഇനി നമുക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഇവരെയൊക്കെ പിടിച്ചിവിടെ നിർത്തുക എന്നുള്ളതാണ്. അതെ അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ യങ്സ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ വേറൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഫോർ എക്സാമ്പിൾ, കുറച്ച് പേരൊക്കെ ഇതുമാതിരി പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കൊച്ചുങ്ങളൊക്കെ വലുതാവാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ തിരിച്ച് നാട്ടിൽ തിരക്കില്ലാത്ത ജോലി കിട്ടിയാൽ തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ എൻ്റെ ചില ക്ലയൻസൊക്കെ ഉണ്ട്, അവരുടെ പിള്ളേരൊക്കെ ഒരു 10 വയസ്സും 12 വയസ്സും കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ ബിഹേവ് ചെയ്യണോ അതിലല്ല അവർ ബിഹേവ് ചെയ്യണേ. അവർക്ക് ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറയും. അത് നമ്മുടെ മലയാളി മനസ്സ് ഒരു ഒതുങ്ങിയ മനസ്സാണല്ലോ. അപ്പോൾ അവർക്ക് സഹിക്കില്ല അത്. അപ്പോൾ പതുക്കെ ആ ഒരു 12ാം ക്ലാസ്സും 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ അതിന് മുമ്പേ ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ അവർ പോരില്ല, ഇങ്ങോട്ട് കൊണ്ടുവരും അവർ. അല്ലെങ്കിൽ പിന്നെ കൈവിട്ട് പോകും. പിന്നെ 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ വേറെ വീട്ടിൽ താമസക്കാരുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ നമുക്ക് അറൗണ്ട് 50-55% NRI ബുക്കിംഗ് ആണ് കിട്ടുന്നത്. NRI ബുക്കിംഗ് ആണ്. അതിൽ ഈ പറഞ്ഞ മാതിരി ഗൾഫ് ഏരിയ ആണ് കൂടുതൽ. പക്ഷേ മറ്റേ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും വരുന്നുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു ബേസ് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു കാലത്ത് വരുമ്പോൾ ഒരു വീട് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിൽ പണ്ടത്തെ കാൽക്കുലേഷൻസ് നോക്കുമ്പോൾ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റെൻ്റൽ ഇൻകം അങ്ങനെ വലിയ, ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ഈ സ്റ്റോക്ക് ബ്രോക്കിങ്ങിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ROI വളരെ കുറവാണ്. ഇപ്പം ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. റെൻ്റൽ ഇൻകം മാത്രം നോക്കിയാൽ പോരാ, അപ്രീസിയേഷൻ കൂടെ അതിൻ്റെ വാല്യൂ അപ്രീസിയേഷൻ കൂടെ നോക്കണം. പക്ഷെ ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിതിട്ടാണെങ്കിൽ നമുക്ക് അതിനൊരു റെഗുലർ ഒരു 6% റിട്ടേണിങ്ങിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഒരു വീടാവാം, രണ്ടാമത്തെ വീട് ഒരു കമേഴ്ഷ്യൽ മുറിയെങ്കിലും മേടിച്ചതായിരിക്കും. ഒരു വീട് താമസിക്കാൻ വേണം, രണ്ടാമത്തതും ചിലർ 2, 3, 5, 6 അപ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നിടത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ചാളെ പറയും മെയിൻ്റനൻസ് കാശ് കൊടുക്കാൻ പോലും തികയാനുള്ള മെയിൻ്റനൻസ് ഇങ്ങനെ കൂടി അതിൻ്റെ വാല്യൂ അപ്രീസിയേഷൻ ഉണ്ടാവും. പിന്നെ അതല്ലേ വിറ്റാലല്ലേ അത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടൂല്ലോ. അപ്പോൾ എന്തായിരിക്കും ഒരു 25 വയസ്സായ കൊച്ചോസെപ്പാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ കൊച്ചോസെപ്പിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയും, എന്നും അവസരങ്ങളല്ലേ, പുതിയ അവസരങ്ങളല്ലേ. ഒരിടയ്ക്ക് അവരൊക്കെ പറഞ്ഞു AI വന്നു കഴിഞ്ഞാൽ കുറേ പേരുടെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ
പക്ഷെ അതനുസരിച്ച് സാധ്യതകൾ കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് പണ്ട് ചില രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു നടന്നു, അതായത് അയ്യോ കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി പോവും, വേറെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് എന്തുണ്ടായി? അതാണോ സംഭവിച്ചത്? അല്ലല്ലോ. ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പണ്ടത്തെ അപേക്ഷിച്ച് അവസരങ്ങൾ വളരെ കൂടുതലാണ്. പണ്ട് ഓർമ്മയില്ലേ, നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് ഒരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ട്. ഒരു ബിസിനസ് തുടങ്ങിയാൽ തന്നെ ഒന്ന് ക്ലച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാട്. അങ്ങനത്തെ ഒരു കാലമല്ലായിരുന്നു. ഇപ്പോൾ ചെറിയ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം വർഷമാവാത്ത പിള്ളേരൊക്കെ കോടീശ്വരന്മാരാവല്ലേ പറഞ്ഞു തരവും കൊണ്ടാവുന്നത്. അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു തരവും കൊണ്ടാണ്. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഒരു പുതിയത് കണ്ടുപിടിക്കുക, പിന്നെ അവൻ്റെ കമ്പനി വിൽക്കുന്ന കേൾക്കാൻ 150 കോടി. എനിക്ക് തോന്നുന്നു കൊച്ചോസം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ന്യൂ എൻ്റർപ്രണേഴ്സിനല്ലേ. നമ്മളത് ആദ്യം ചെയ്തിരുന്നു, പിന്നെ പതുക്കെ നിർത്തിയൊന്നുമല്ല. അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പറ്റിയൊരു അത് വേറൊരു ആക്ടിവിറ്റിയാണ്. അത് നമ്മളങ്ങനെ അതുകൊണ്ട് കൊച്ചോസപ്പിന് എന്താ ബെനിഫിഷ്യൽ അതല്ല, അതൊരു തലവേദനയായി 1-2 കേസിലൊക്കെ. അപ്പോൾ അവരെ പഠിക്കാനും അവരുടെ ബിസിനസ് പഠിക്കാനൊക്കെ അതൊരു വേറൊരു ആർട്ടാണ്. അത് എനിക്കില്ലാന്ന് തോന്നുന്നു. ഞാൻ വേറൊരു സംശയം ചോദിച്ചത്, ഇപ്പോൾ എനിക്കൊന്നും സാധിക്കാത്തൊരു ഇപ്പോൾ തുടങ്ങിയ കാലത്ത് 78-ലൊക്കെ തുടങ്ങിയ കാലത്ത് 77-ൽ തുടങ്ങിയ കാലത്ത് വലിയ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, വലിയ പ്രൊഫഷണൽ അല്ലാത്ത, 10ാം ക്ലാസ് തോറ്റ 2 പേരെ കൊണ്ട് തുടങ്ങിയെന്ന് ഞാൻ ഇവിടെയൊക്കെ വായിച്ചു കേട്ടു. അപ്പോൾ അതുപോലെ ഡിഗ്രിക്കാരും പ്രീ ഡിഗ്രിക്കാരും ഒക്കെ വെച്ചിട്ടാണല്ലോ തുടങ്ങി വന്നത്. അവരെ എന്നിട്ട് റീറ്റെയിൻ ചെയ്തു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ തന്നെ റീറ്റെയിൻ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അല്ല, ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് അഫോർഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നല്ല കോളേജിൽ നിന്ന് MBA കഴിഞ്ഞവരും അല്ലെങ്കിൽ MTech കഴിഞ്ഞവരൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാം. പണ്ട് അതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരക്കാരെടുത്തിട്ട് അതിൽ മിടുക്കരായിട്ടുള്ളവരെ നമ്മളവരോട് ഹയർ സ്റ്റഡീസ് മീൻസ് പാർട്ട് ടൈം കോഴ്സുകളൊക്കെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആന്റണി സെബാസ്റ്റ്യനൊക്കെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഡിപ്ലോമ ഹോൾഡറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്ത് അയാൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയറായി. അത് കഴിഞ്ഞ് പിന്നെയും അയാൾ ഇതേമാതിരി ഇപ്പോൾ ഡിസ്റ്റൻസ് സ്റ്റഡീസൊക്കെ വളരെ എളുപ്പമാണല്ലോ. അയാളെ കൊണ്ട് MBA എടുപ്പിച്ചു. അങ്ങനെ പിന്നെ ചില സ്പെഷ്യൽ കോഴ്സുകൾ ചെയ്യിച്ചു. അല്ലാതെ ഇപ്പം നമുക്ക് ചുമ്മാ ഒരാളെ പിടിച്ച് വൈസ് പ്രസിഡന്റ് ആക്കാനോ അല്ലെങ്കിൽ ഡയറക്ടർ ആക്കാനൊന്നും പറ്റില്ലല്ലോ. അതെ, സബ്ജക്റ്റ് മനസ്സിലാവണമല്ലോ, അവരുടെ ജൂനിയേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവണമല്ലോ. അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടിരേണ്ടി വരും. നമുക്ക് എപ്പോഴും ഉണ്ടാവാം, ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അതാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിടയ്ക്ക് ഞങ്ങൾ കുറേ പ്രൊഫഷണൽസിനെ കയറ്റി. അപ്പോൾ അതിനൊപ്പം കീഴുള്ളവർ ചിലപ്പോൾ അത് ആ ലെവൽ അത് പോരാ എന്ന് പറഞ്ഞ് ഇവർ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇവർ വരും. ഇവർക്ക് ഇത്രയും, ഞാനിവിടെ 25 കൊല്ലമായിട്ടുള്ളതാണ്, എനിക്ക് ഇത്ര ശമ്പളം കിട്ടണം, അവന് എത്ര ഇരട്ടി ശമ്പളം കൊടുക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ക്ലാഷ് ആയിരിക്കും രണ്ടുപേരും തമ്മിൽ. 2 സെറ്റ് ഓഫ് ആൾക്കാർ സോൾവ് ചെയ്യുക. അതൊക്കെ നയത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു എൻ്റർപ്രണറുടെ ജോലി. ശരിക്കും പറഞ്ഞാൽ ഓർത്ത് നോക്കിയപ്പോൾ എൻ്റെ ടോപ്പിലിരിക്കുന്ന ആള് ഞാൻ പറയും, നമ്മൾ മൈന്യൂട്ട് കാര്യങ്ങളല്ല ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ്. ഇത്തരം ഫുൾ ടൈം ഇങ്ങനെ പ്രശ്നം ഒരു HR-ന്റെ ജോലിയെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് സോൾവ് ചെയ്യാനുള്ളത്. മറ്റതിന് ആൾക്കാരുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും ഇപ്പോഴും അങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാറുണ്ടോ? അല്ല, ഞാൻ പണ്ട് തൊട്ടേ ആളുകൾക്ക് ധാരാളം ഉത്തരവാദിത്വം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഫ്രീഡം കൊടുത്തിരുന്നു, ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ അതിലെന്തെങ്കിലും പാകപ്പിഴ വന്നാൽ മാത്രമേ നമ്മൾ ഇടപെടുകയുള്ളായിരുന്നു.
അതുകൊണ്ടായിരിക്കണം ഇത്രയും വളരാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വികാടൊക്കെ ഒരു നിലയിലെത്തിയപ്പോഴാണല്ലോ വണ്ടർല തുടങ്ങുന്നത്. എനിക്ക് ഏത് ഇയറിലായിരുന്നു ജോസഫ് ജപ്പാനിൽ പോയത്? കറക്റ്റ് ഇയർ ഞാൻ പോയത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതേപോലെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയതായിരിക്കും. അതെ, നമ്മൾ AOTS വഴി 1993 എനിക്ക് തോന്നുന്നു. 1993 ഒരു എഡ്ഗർ മോറിസ് അല്ല, ആള് ഇപ്പോഴുണ്ട്. പിന്നെ എഡ്ഗർ മോറിസ് പുള്ളിയാണ് ഈ കേരളയുടെ എഡ്ഗർ മോറിസ് ഇപ്പോഴും ഉണ്ട്. എഡ്ഗർ മോറിസ് ആണ് ഇതിന്റെ സ്ഥാപകൻ. പിന്നെ എൻ്റെ ബ്രദർ അതിനകത്ത്, ബേബി മാറ്റി ബ്രദർ അതിനകത്ത് ഇൻവോൾവ് ആയത്. അങ്ങനെ ഗവൺമെന്റിന് സ്ഥലമൊക്കെ അവര് അലോട്ട് ചെയ്ത് മേടിച്ച് അവിടെ വന്നിട്ടില്ലേ, ഒരു ജാപ്പനീസ് വില്ലേജ് മാതിരി 1 ഏക്കർ സ്ഥലമൊക്കെ മേടിച്ച് വലിയ അസറ്റൊക്കെ ആയി ഇപ്പോൾ കേരളയ്ക്ക്. നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അത്. എനിക്ക് മോറിസ് ഇപ്പോഴും ഉണ്ട്. മോളുടെ അടുത്തെങ്ങാണ്ട് പുറത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു പുള്ളി. അപ്പോൾ ആ കാലത്ത് പുള്ളിയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ 1-2 മീറ്റിങ്ങുകളിൽ വിളിക്കുന്നു. പിന്നെ ഈ ജപ്പാനിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി പറയുന്നു. അങ്ങനെ പുള്ളി ആ ക്യാംകോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്കമാലി അത്താണിയിൽ. ഇപ്പം റിട്ടയറായി. എന്നാലും പുള്ളി വളരെ ആക്റ്റീവാണ്. അങ്ങനെ കുറച്ച് പ്രായമായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാ ആഴ്ചയും മീറ്റ് ചെയ്യും. കുറച്ചാൾ ഞാനും അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ബ്രദർ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇൻഡോ ജപ്പാൻ ചേംബർ തുടങ്ങിയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ അങ്ങനെ പല എക്സ്പോഷർ കിട്ടി ജപ്പാനിലന്ന് പോയതുകൊണ്ട്. അതുപോലെയുള്ള, കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ബിസിനസ്സുകാരനാവണമെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ലല്ലോ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ. ബൈ ആക്സിഡന്റ് അങ്ങ് വന്നതാ. ഇപ്പം എന്താ പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകാരോട് പറയാനുള്ള അഭിപ്രായം ഇവിടെ? അല്ല, ഞാനീ പറഞ്ഞൊക്കെ തന്നെ. അതായത് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണർക്ക് ഇനിയും ധാരാളം സാധ്യതകളുണ്ട്. അത് ഏത് ഫീൽഡാണ് എന്നുള്ളത് അവരവർ കണ്ടുപിടിച്ചാണ്. കാരണം അവരുടെ ഒരു ടേസ്റ്റും പാഷനും എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, കാരണം മാർക്കറ്റ് ഈസ് ഹ്യൂജ്. ഇന്ത്യ അത്രയും ജനമല്ലേ. കാരണം നമുക്ക് ഇവിടുന്ന് കാശ്മീർ പോകാൻ വരെ പാസ്പോർട്ട് വേണ്ടല്ലോ. അതേസമയം നമ്മൾ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ 4 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോഴേക്കും അടുത്ത രാജ്യം. ഇതിനിപ്പോൾ അവർക്ക് EU പാസ്സാണ്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഓർമ്മയല്ലേ? ഓരോ സ്ഥലത്തും സീലടിപ്പിക്കണം. അത്രയും പരന്ന് കിടക്കുന്ന ഈ വണ്ടർല തുടങ്ങിയതുപോലെ US ട്രിപ്പ് അടിച്ചപ്പോൾ കിട്ടിയ ഐഡിയ. അതെ, US മാത്രമല്ല, നമ്മൾ ആ സമയത്തൊക്കെ അന്ന് ഒരു 2 കൊല്ലം കൂടുമ്പോഴൊക്കെ വിദേശത്ത് പോവുള്ളായിരുന്നു. കാരണം അന്ന് ഗവൺമെന്റ് തന്നെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതായത് ഫോറിൻ കറൻസി വെറും $500 നമുക്ക് കയ്യിൽ വെക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു, ഓർമ്മയല്ലേ? അപ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ പോവാറുണ്ട്. പിള്ളേർ സ്കൂളിൽ പഠിക്കുകയാണ്, അപ്പോൾ അവരെയും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അമ്യൂസ്മെന്റ് പാർക്കുകളിൽ, ഈവൺ മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ ആദ്യം അവിടെയൊക്കെ ആയിരുന്നു. ഹോങ്കോങ്ങിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പ്. ഈ അടുത്തിടെ മലേഷ്യയിലോ അവിടെയൊക്കെ പോയിട്ടുണ്ടോ? വീണ്ടും പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ടില്ല. അത് പോകണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം. ഞാൻ സിംഗപ്പൂരും മലേഷ്യയും, ഞാൻ സിംഗപ്പൂരായിരുന്നപ്പോൾ കുറേ കാലം ഞാൻ ഈ വീക്കെൻഡിൽ മലേഷ്യയിൽ പോകും, ജെൻറ്റിങ് ഐലൻഡ്സിലൊക്കെ പോകും. ഈ അടുത്തിടെ ഞാൻ ഫാമിലി ആയിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ ചെന്നിട്ട് അവിടെ ആ ജെൻറ്റിങ് ഐലൻഡ്സിൽ ഇറങ്ങാൻ പോലും തോന്നില്ല. ഞാൻ അപ്പം പറഞ്ഞു ഇതിൽ എത്രയോ ഭേദം നമ്മുടെ വണ്ടർല എന്ന് പറഞ്ഞു. അത്ര ഡേർട്ടി ആയിട്ടാണ്, അത്ര ഡേർട്ടി. നമ്മുടെ അത് അന്ന് സിംഗപ്പൂർ പോകുമ്പോഴും ഇന്ന് സിംഗപ്പൂർ പോകുമ്പോഴും ആ ഒരു സിവിക് സെൻസും അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അതേപടി കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൂ. പക്ഷേ
ഞാൻ അവിടെ പോയി ചെയ്തിരുന്ന ആ കാലത്തിനേക്കാളും പിന്നീട് എത്ര 10 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞ് പോകുമ്പോഴും അതിനൊരു കോട്ടവും പറ്റിയിട്ടില്ല. നമ്മൾ ഇവിടെ ഒരു മിഠായിയൊക്കെ തിന്നിട്ട് നമ്മൾ അറിയാതെ അതിൻ്റെ കവർ പുറത്തേക്ക് എറിയുമെങ്കിൽ അവിടെ നമ്മളത് പോക്കറ്റിലേക്ക് അറിയാതെ പോക്കറ്റിലിട്ടിട്ട് ഒരു ഡസ്റ്റ്ബിൻ നമ്മൾ അറിയാതെ ചെയ്തു പോകും. പിന്നെ അവർക്കൊരു വെച്ചുള്ളത് ചെറിയ പോപ്പുലേഷനുള്ളൂ. ഇത്രയാണ്. എന്നാലും കൂടുതലും ടൂറിസ്റ്റാണല്ലോ അവിടെ. ടൂറിസ്റ്റുകൾ എന്തും കാണിക്കുമല്ലോ. നമ്മുടെ ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വൃത്തിയോട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മളെ പണ്ടൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഈ ടാക്സിക്കാർ നമ്മളെ അങ്ങടെ ഈ ലിറ്റിൽ ഇന്ത്യ ഏരിയയിലേക്ക് പോയിട്ടില്ലേ, മുസ്തഫ പോകാത്ത ആൾക്കാരില്ലേ, ശരംഗൂൺ സ്ട്രീറ്റ്. അപ്പോൾ അങ്ങോട്ടേക്ക് കാറിൽ കൊണ്ടുപോകുമ്പോൾ അവൻ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ടാക്സിക്കാർ അങ്ങോട്ട് വരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്തഫയിൽ നിന്ന് ഇന്ത്യക്കാരാണ് അവിടുന്ന് ടാക്സി വിളിച്ചത്. അല്ലെങ്കിൽ അവൻ പറയും, ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ അവൻ പറയണത് യു വോണ്ട് ടു സീ ഇന്ത്യ. അപ്പോൾ ഈ പുറത്തുനിന്ന് തന്നെ യൂറോപ്യൻസിനൊക്കെ അതൊരു സർക്യൂട്ടാണല്ലോ. ഏഷ്യയിൽ വന്നു കഴിയുമ്പോൾ സിംഗപ്പൂർ, അത് കഴിഞ്ഞ് ഇന്ത്യ, ശ്രീലങ്ക കറങ്ങി പോകാനുള്ള പ്ലാനറ്റായിരിക്കും തന്നെ. യു വോണ്ട് ടു സീ ഇന്ത്യ. അവനെ കാർ ഓടിച്ചിട്ട് ആ ലിറ്റിൽ ഇന്ത്യയുടെ ഇതിലേക്ക് ഇങ്ങനെ ദിസ് ഇസ് ഇന്ത്യ എന്ന് പറയും. അപ്പോഴത്തേക്കും സാഹിബിന് പിന്നെ പോകണ്ടെന്നാവും. അങ്ങനെ അവൻ നെഗറ്റീവ് മാർക്കറ്റിംഗ് ചെയ്യണം അവിടുത്തെ ടാക്സിക്കാരാണ് പലപ്പോഴും. അല്ല, ഇപ്പോഴും ഈ സിംഗപ്പൂർ ഗവൺമെന്റ് വിചാരിച്ചിട്ട് ആ ഏരിയ ലിറ്റിൽ ഇന്ത്യ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ സിംഗപ്പൂർ പോകുമ്പോൾ തൃശ്ശൂർക്കാരനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് പറയാറുണ്ട്, അതായത് പുള്ളി അവിടേക്ക് എത്തിയത് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താത്രേ. അപ്പോൾ പാസ്പോർട്ടൊന്നും വേണ്ട, ചുമ്മാ എവിടുന്നോ കൽക്കട്ടയിൽ നിന്നങ്ങാണ്ട് ഷിപ്പ് കയറി അങ്ങ് പോവാ വന്നു. എവിടെയൊക്കെ ജോലി ചെയ്തു. കാരണം ഒരേ ഭരണമായിരുന്നല്ലോ. അതെ അതെ. Thank you. Okay, thank you, Babu. For coming. Yes. Sharing your thoughts. കഴിഞ്ഞിട്ട് കാര്യം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും അതുപോലെ കാണാനും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാനും പറ്റിയ സന്തോഷം. അതെ.